ഓം ശാന്തി. ഈ ശരീരത്തിൽ വിരാജമാനായ ഞാൻ ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന ഒരു ദിവ്യ നക്ഷത്രമാണ്. അതിസൂക്ഷ്മ ജ്യോതിബിന്ദു സ്വരൂപ ആത്മാവാണ്. ഞാൻ എൻ്റെ വീടായ പരമധാമത്തിൽ നിന്നും ഈ സൃഷ്ടി രൂപി രംഗമഞ്ചത്തിൽ അവതരിച്ച് ഈ പരിധിയില്ലാത്ത ഡ്രാമയിൽ എൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. സംഗമയുഗത്തിൽ പാവൻ പരമാത്മാ എന്നെ പതിത ലോകത്തിൽ നിന്നും പാവനമാക്കി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ സ്വയം ജ്ഞാനസാഗരൻ, സർവഗുണങ്ങളുടെയും ഭണ്ഡാരം, സർവശക്തിവാൻ പരമാത്മാ എൻ്റെ മുന്നിലുണ്ട്. ശുഭാബയിൽ നിന്നും പുറപ്പെടുന്ന ദിവ്യകിരണങ്ങൾ ഞാൻ സ്വയം തന്നിലേക്ക് സമാവേശമാക്കുന്നു. ഞാൻ സർവഗുണസമ്പന്ന, സർവശക്തികളാലും സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു, സമ്പൂർണമായിക്കൊണ്ടിരിക്കുന്നു. ബാപ്പ് സമാന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ഒരേ ഒരാഗ്രഹമാണ്, പിതാവിൻ്റെ കൂടെ വിദേഹിയായി വീട്ടിലേക്ക് മടങ്ങണം. ഞാൻ ബാബയുടെ കൂടെ മുക്തിധാമത്തിലേക്ക് പോകുകയാണ്. ഈ ശബ്ദലോകത്തിൽ നിന്നും ദൂരെ, അന്തരീക്ഷത്തിൽ നിന്നും ദൂരെ, സൂക്ഷ്മവതനവും കടന്ന് എൻ്റെ വീടായ പരമധാമത്തിലെത്തുന്നു. ഈ ശബ്ദത്തിൽ നിന്നും ദൂരെ ആത്മാക്കളുടെ ലോകമാണ്. ദൂരെ ദൂരെ വരെ സ്വർണ്ണ ചുവപ്പുള്ള പ്രകാശം പരന്നിരിക്കുന്നു. ചുറ്റുപാടും ഗഹനമായ ശാന്തിയാണ്, അസീമമായ ശാന്തിയാണ്, പരം ശാന്തിയാണ്. ഇവിടെ മുക്തിധാമത്തിൽ ഞാൻ ആത്മിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പഴയ ലോകത്തിൽ നിന്നും ദേഹത്തിൽ നിന്നും പൂർണ്ണമായും മുക്തമാകുന്നു. മുക്തിധാമത്തിൽ ബീജരൂപാത്മാ, ബീജരൂപ ബാബയുടെ കൂടെ സമ്പൂർണ്ണ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സമ്പൂർണ്ണ അവസ്ഥയിൽ മുക്തിധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി ഞാൻ സതോ പ്രധാന സൃഷ്ടിയിൽ എൻ്റെ ജീവൻ മുക്തി അവസ്ഥയിൽ എത്തിച്ചേരുന്നു. സമ്പൂർണ്ണ നിരോഗി സതോ പ്രധാന അവസ്ഥ ഞാൻ ദേവി ദേവതാ സ്വരൂപത്തിലാണ്. പാവന ലോകത്തിൻ്റെ അധികാരിയാണ്. ദേവി പരിവാരത്തിൻ്റെ കൂടെ ഞാൻ അളവറ്റ സുഖം അനുഭവിക്കുന്നു. പ്രകൃതി പോലും സുഖദായിയാണ്. ഈ സതോ പ്രധാന ലോകത്തിൽ ഞാൻ 21 ജന്മങ്ങളിലേക്ക് അധികാരിയാണ്.
പൂർണ്ണ ശ്രദ്ധ നൽകി ബാബ തരുന്ന ജ്ഞാനത്തെ ഞാൻ പഠിക്കുന്നു. ജീവൻ മുക്ത സ്ഥിതി ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. ആത്മാഭിമാനിയായി ബാബയുടെ കൂടെ ഇരുന്ന് മനസ്സിൻ്റെ യുദ്ധത്തെ സാക്ഷിയായി കാണാൻ പഠിക്കുന്നതാണ് ജീവൻ മുക്ത സ്ഥിതി. ശ്രദ്ധയോടെ പഠിച്ച് ജീവൻ മുക്ത സ്ഥിതിയിൽ സദായിരിക്കാനുള്ള ശ്രദ്ധ വെക്കുന്നു. ഇല്ലെങ്കിൽ യോഗിക്ക് പകരം യോദ്ധാവായി മാറുന്നു. ഏതു പരിതസ്ഥിതിയിലും എൻ്റെ സൈലന്റ് ട്രൂത്തിൽ അഥവാ ദേഹി അഭിമാനി സ്ഥിതിയിൽ ബാബയുടെ കൂടെ ഇരുന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സീനുകൾ സാക്ഷിയായി കാണുന്നു. ഇതെന്നിൽ യാതൊരു പ്രഭാവവും ഉണ്ടാക്കുന്നില്ല. ഞാനൊരു ലിവിങ് ലൈറ്റായി, സൈലന്റ് ബീയിങ് ആയി ഓരോരുത്തരോടും ഇന്ററാക്ട് ചെയ്യുന്നു. ബാബയുടെ ഫീലിംഗ് എന്താണ്, അത് എൻ്റേതാണെന്ന അനുഭവം ചെയ്യുന്നു. സെക്കൻഡിൽ എൻ്റെ പരിധിയില്ലാത്ത സത്യത്തെ മനസ്സിലാക്കി ബാബയോട് വാർത്താലാപം ചെയ്യാൻ പഠിക്കുന്നു. എല്ലാ സീനുകളും ഡിറ്റാച്ചായി ബാബയോടൊപ്പം കാണുന്നു, കേൾക്കുന്നു, ഇത് ഫീൽ ചെയ്യുന്നു. ആ സൈലന്റ് ട്രൂത്ത് മറ്റുള്ളവർക്കും അനുഭവപ്പെടുന്നു. യോദ്ധാവല്ല, യോഗിയാണ്. യുദ്ധത്തിന്റെ ഫീലിംഗിൽ നിന്നും ഉപരിയായി ബാബയോട് കൂടെ ഇരിക്കാൻ സാധിക്കുന്നു. ഇതാണ് ജീവൻ മുക്ത സ്ഥിതി. ബാബയിൽ നിന്നു സുഖശാന്തിയുടെ വരദാനം ലഭിക്കുന്നു. ബാബ വന്ന് മുക്തി, ജീവൻ മുക്തിയുടെ വഴി കാട്ടിത്തരുന്നു. എല്ലാ സംഘത്തെയും ബുദ്ധിയിൽ നിന്നും ഉപേക്ഷിച്ച് ഒരു ബാബയുടെ ഓർമ്മയിൽ കഴിയുന്നു. ആത്മാഭിമാനിയായി മാറി ഒരു ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കുന്നു. ഭാരതം സദോ പ്രധാനമായിരുന്നപ്പോൾ സ്വർഗമായിരുന്നു. ആത്മാക്കൾ പവിത്രവും സദോ പ്രധാനവുമായിരിക്കുന്നു. ഇപ്പോൾ ഭാരതവാസികൾക്ക് ജ്ഞാനത്തിന്റെ മൂന്നാം നേത്രം തുറന്നിട്ടില്ല. ജ്ഞാനനേത്രം പരംപിത പരമാത്മാവാണ് നൽകുന്നത്. 5 വികാരങ്ങളുടെ കാരണം ഭാരതം ദുഃഖമനുഭവിച്ചു. ബാബ വന്ന് രാജയോഗം പഠിപ്പിച്ച് മനുഷ്യരെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് ദേവതയാക്കുന്നു. ജ്ഞാനസാഗരനും പതിത പാവനനുമായ ബാബ വന്ന് സദോ പ്രധാനമാകാനുള്ള യുക്തി പറഞ്ഞു തരുന്നു. അപ്പോൾ മുക്തിധാമത്തിലേക്കും ജീവൻ മുക്തിധാമത്തിലേക്കും പോകാൻ സാധിക്കുന്നു. സ്വർഗവാസിയാകണമെങ്കിൽ തീർച്ചയായും ആത്മാഭിമാനിയാകണം. ആത്മാവാണ് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരമെടുക്കുന്നത്. 5 വികാരങ്ങളെ ദാനം ചെയ്ത് ബാബയുടെ മതപ്രകാരം നടക്കുന്നവർ രാവണന്റെ ശാപത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. തിലകവും കിരീടവും ധരിച്ച്
ബാപ്പുദാദയുടെ സഹായികളായി മാറുന്ന ബാബയുടെ ഹൃദയസിംഹാസനധാരിയാകുന്നു. മസ്തകത്തിൽ അവിനാശിയായ ആത്മിക സ്ഥിതിയുടെ തിളക്കം ദൂരെ നിന്ന് തന്നെ കാണപ്പെടുന്നു. മംഗളത്തിന്റെ ശുഭഭാവന കണ്ണുകളിലും മുഖത്തും കാണപ്പെടുന്നു. ഓരോ സങ്കല്പവും വാക്കും ബാബയ്ക്ക് സമാനമാകുന്നു. ഓർമ്മ സരളമാക്കുന്നതിനായി സരളതയുടെ ഗുണം ധാരണ ചെയ്യൂ. സംസ്കാരങ്ങളെ സരളമാക്കി മാറ്റൂ. ഓം ശാന്തി.